ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫിലിക്സ്ടോ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫിലിക്സ്ടോ ബീച്ച് ഇപ്സ്വിച്ചിലാണുള്ളത്. ഇപ്സ്വിച്ച് എന്ന് പറയുന്നത് ലണ്ടനിൽ നിന്ന് 50 മൈൽ അഥവാ 80 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൺട്രി സൈഡാണ്. അപ്പോൾ ഇവിടെയുള്ള ഫിലിക്സ്ടോ എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തുന്നേക്കാളും മുന്നേ നമുക്ക് ഫിലിക്സ്ടോ ബീച്ചിനെ പറ്റി ചെറിയൊരു കാര്യം ഷെയർ ചെയ്താലോ. ഫിലിക്സ്ടോ ബീച്ച് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ പാറക്കെട്ടുകളുടെ മുകളിലുള്ള ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്നു കേട്ടോ. 1800കളിൽ കടൽ തീരത്തിന് പറ്റുന്ന സ്ഥലമായിട്ട് ജനങ്ങൾ മാറ്റിയെടുക്കുകയാണുണ്ടായത്. റെയിൽവേ റിസോർട്ടുകളെ ആക്സസ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റിയിട്ടും വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ഫിലിക്സ്ടോ ബീച്ച് ഈ കാണുന്ന ഒരു രീതിയിലേക്ക് മാറിയത് 1891 ജർമ്മനിയിൽ നിന്ന് എംപ്രസ് ബിയാട്രിസിൻ്റെ സന്ദർശനത്തിന് ശേഷമാണ് കേട്ടോ. പിന്നീടാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം ഈ പറയുന്ന ഫിലിക്സ്ടോ ബീച്ചിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്ത് രസമാണല്ലേ കേൾക്കാനും കാണാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരുപാട് സ്പാ സെൻറ്റേഴ്സുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകതരം ഗെയിമിംഗ് സെൻറ്റേഴ്സ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നിങ്ങൾക്ക് ഈ കടലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ നാട്ടിലത്തെ കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര ഒന്നും വരില്ല അല്ലേ? അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒന്നും ഇവിടെ കിട്ടില്ല. അപ്പം ഇവിടെ നമുക്ക് ആകെ കിട്ടുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ് കേട്ടോ. ഇവിടെ ട്രെൻഡായിട്ട് നിൽക്കുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വരും. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇവിടെ ആളുകളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് എന്ത് വൃത്തിയാണ് അല്ലേ, എന്ത് നീറ്റായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ ആയിട്ട് ഒരുപാട് പാരൻസ് വന്നിട്ടുണ്ട്. ഇത് ഓടി കളിക്കുകയാണ്. അവന് ഒത്തിരി ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. തുടയ്ക്കാനുള്ള ടവല്, ചേഞ്ച് ചെയ്യാനുള്ള ഷ്യൂസ്, ചെരുപ്പ് ഒക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ കളിപ്പിച്ചു. അവൻ ഒരുപാട് കളിച്ചു. ഇതൊന്നല്ല, ഒത്തിരി കളിച്ചു വെള്ളത്തിൽ. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അതിന് ശേഷം ഇവിടെ ഒരു ഗെയിമിംഗ് സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഗെയിമൊക്കെ കളിച്ചു. അവൻ ഒരുപാട് ഹാപ്പിയായി. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ അവനോട് വരുന്നത്. അവൻ ഒരുപാട് ഹാപ്പിയായി. ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ബീച്ച് ഡേറ്റ്. അപ്പോൾ താങ്ക് യു.